അപ്പോൾ നമ്മുടെ LP-UP ചലഞ്ചിലെ 53ാമത്തെ ക്ലാസ്സാണ്. ഫിസിക്സിൽ കുറച്ചധികം ടോപ്പിക്സാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, അതുപോലെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, അതുപോലെ കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം. ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ആദ്യത്തേത് സ്ഥിതവൈദ്യുതിയാണ്. സ്ഥിതവൈദ്യുതിയും ധാരാവൈദ്യുതിയും എന്ന് പറയുന്നത് വൈദ്യുതിയുടെ രണ്ട് വിഭാഗങ്ങളാണ്. സ്ഥിതവൈദ്യുതി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കറൻ്റാണ്. അതായത് ഇപ്പോൾ ഒരു വസ്തുവിന് ഒരു വൈദ്യുതി ചാർജ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് പ്രവഹിപ്പിക്കാതെ അതേ വസ്തുവിൽ നിലനിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് നമ്മൾ സ്ഥിതവൈദ്യുതി എന്ന് പറയുക. നമ്മൾ ഇപ്പോൾ ഒരു മുടിയിൽ ഒരു പ്ലാസ്റ്റിക് സ്കെയിലൊക്കെ ഉരക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കടലാസ് കഷ്ണങ്ങൾ നമ്മളവിടെ കീറിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ കടലാസ് കഷ്ണങ്ങളുടെ അടുത്തേക്ക് ഈ സ്കെയിൽ മുടിയിൽ ഉരസിയ സ്കെയിൽ കാണിക്കുകയാണെങ്കിൽ അതിലേക്ക് ആകർഷിക്കുന്ന കാണാം, അട്രാക്റ്റ് ചെയ്ത് പോകുന്നത് കാണാം. ഈ ചെറിയ കടലാസ് കഷ്ണങ്ങൾ നമ്മൾ കാന്തം പോലെ ഈ ഒരു സ്കെയിലിലേക്ക് ഞൊട്ടിപ്പിടിച്ചിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ ഈ സ്ഥിത വൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ദണ്ട് എടുത്തോന്ന് വിചാരിക്കും. ഈ ഗ്ലാസ് ദണ്ട് നമ്മൾ സിൽക്കിൻ്റെ പുറത്ത് ഇങ്ങനെ ഉരയ്ക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ചാർജ് പോസിറ്റീവും സിൽക്കിൻ്റെ മുകളിൽ ഉരച്ചത് സിൽക്കിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. ഓക്കെ, ഇനി ഈ സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം നമ്മൾ എങ്ങനെയാണ് അളക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുക, അതിനൊരു ഉപകരണമുണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുക. ഓക്കെ, ഇലക്ട്രോസ്കോപ്പ്. ഇനി അടുത്തതാണ് ധാരാവൈദ്യുതി. ഓക്കെ, ധാരാവൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുത ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കിനെയാണ് ധാരാവൈദ്യുതി എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സ്ഥലത്തുണ്ടായത് അടുത്ത സ്ഥലത്തേക്ക് വ്യാപിക്കില്ല, അത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കും. അതായിരുന്നു നമ്മുടെ സ്ഥിതവൈദ്യുതി അഥവാ സ്റ്റാറ്റിക് കറണ്ട്. അതേസമയം നമ്മൾ ഈ ധാരാവൈദ്യുതിയെ നമ്മൾ രണ്ട് തരത്തിൽ പറയാറുണ്ട്. നേർധാരാ വൈദ്യുതി എന്നും പറയാറുണ്ട്, അതുപോലെ പ്രത്യാവർത്തി ധാരാവൈദ്യുതി എന്ന് പറയാറുണ്ട്. നേർധാരാ വൈദ്യുതി എന്ന് പറഞ്ഞാൽ DC കറണ്ടാണ്, ഡയറക്റ്റ് കറണ്ട്. പ്രത്യാവർത്തി ധാരാവൈദ്യുതി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC കറണ്ടാണ്. എന്താണ് നേർധാരാ വൈദ്യുതി അഥവാ ഡയറക്റ്റ് കറണ്ട്, DC കറണ്ട്? അതായത് ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിനെയാണ് നമ്മൾ DC കറണ്ട് അല്ലെങ്കിൽ നേർധാരാ വൈദ്യുതി എന്ന് പറയുക. ഇനി AC അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, പ്രത്യാവർത്തിധാരാ വൈദ്യുതി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അത് ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ വൈദ്യുതിയാണ് AC കറണ്ട്. ഇനി എർത്തിങ്ങും കപ്പാസിറ്ററും. എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വസ്തുവിനെ നമ്മളൊരു ലോഹം ഉപയോഗിച്ചിട്ട് ഭൂമിയുമായി ബന്ധിപ്പിക്കും. നമ്മൾ വീട്ടിലൊക്കെ എർത്തിങ് ചെയ്യും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുക. അപ്പോൾ ചാർജുള്ളൊരു വസ്തുവിനെ നമ്മൾ എർത്തിങ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് ആ വസ്തുവിൻ്റെ ചാർജ് പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യും, നിർവീര്യമാക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുക. ഓക്കെ, ഇനി എന്താ കപ്പാസിറ്റർ? ഈ വൈദ്യുത ചാർജിനെ സംഭരിച്ച് വയ്ക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുക. ഒരു കപ്പാസിറ്ററിൻ്റെ എത്ര ചാർജ് സംഭരിക്കാൻ അതിന് ശേഷിയുണ്ടോ അതിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാണ് കേട്ടോ, ഫാരഡ്. ഇനി വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഈ വൈദ്യുതിയുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫലം താപഫലമായിരിക്കും നമ്മൾ സാധാരണ ജീവിതത്തിൽ കേട്ടോ. അതായത് നമ്മുടെ ഇലക്ട്രിക് അയൺ ബോക്സിലെ ഇസ്തിരിപ്പെട്ടി, അതുപോലെ ഇലക്ട്രിക് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ, ഇതൊക്കെ നമ്മൾ അതിൻ്റെ താപഫലത്തെ, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ടിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ ചൂട് ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, ആ ചൂടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അത്തരം പദാർത്ഥങ്ങളുടെ എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മൾ താപഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെ നമ്മൾ ജൂൾ ഹീറ്റിംഗ് എന്നാണ് പറയുക. ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നൊക്കെ പറയും, ജൂൾ ഹീറ്റിംഗ്. ഈ താപഫലം പ്രയോജനപ്പെടുത്തുന്ന നിയമത്തെ നമ്മൾ വിളിക്കുന്നത് ജൂൾ നിയമം എന്നാണ്, ജൂൾ നിയമം. ഓക്കെ, 4.2 ജൂൾ എന്ന് പറയുന്നത് ഒരു കലോറിയാണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. 4.2 ജൂൾ എന്ന് പറയുന്നത് ഒരു കലോറിയാണ്.
അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് പ്രകാശം തരുന്ന അതിനെയാണ് നമ്മൾ പ്രകാശഫലം പറയുക. അതിന് നമ്മൾ കുറേ ഉപകരണങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, ഫിലമെൻ്റ് ലാമ്പ്, അതൊക്കെ നമുക്ക് ബൾബുകളൊക്കെ നമ്മൾ പ്രകാശം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതൊരു വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലത്തെ ഉപയോഗപ്പെടുത്തുന്ന അതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ പലതരത്തിലുള്ള ലാമ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ, ഫിലമെൻ്റ് ലാമ്പുകൾ, LED ബൾബുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ സാധാരണ വോൾട്ടേജിൽ ഫിലമെൻ്റ് ലാമ്പുകളിലെ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് പ്രകാശം നൽകുന്ന തരം ബൾബുകളെയാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ അല്ലെങ്കിൽ ഇൻകാൻഡസെൻ്റ് ബൾബ് എന്ന് പറയാം. നമ്മൾ സാധാരണ ഇപ്പം അത് അധികം യൂസ് ചെയ്യാറില്ല, കാരണം ഒരുപാട് കറണ്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഒരുപാട് യൂസ് ചെയ്യപ്പെടുന്നതായതുകൊണ്ട് നമ്മളിപ്പോൾ LED ബൾബുകളൊക്കെയാണ് സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ലാമ്പിനെ നമ്മൾ ഫിലമെൻ്റ് ലാമ്പ് എന്നാണ് പറയുക. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലമെൻ്റ് ഉണ്ട്. ടങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടാണ് ഫിലമെൻ്റ് നിർമ്മിച്ചിട്ടുള്ളത്, ടങ്സ്റ്റൺ. അപ്പോൾ അത് ചുട്ട് അത് വൈദ്യുതി കടത്തി വിടുമ്പോൾ അവിടെ ആ ടങ്സ്റ്റൺ ചുട്ട് പഴുത്ത് അത് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റായിട്ട് നമ്മൾ ടങ്സ്റ്റണെയാണ് നമ്മൾ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ടങ്സ്റ്റൺ ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ്, ഉയർന്ന ദ്രവണാങ്കം, അതുപോലെ നേരത്തെ കമ്പികളാക്കാൻ കഴിയുന്ന ഒന്നാണ് ടങ്സ്റ്റൺ. ചുട്ടുപഴുത്ത് ധവള പ്രകാശത്തെ പുറത്തേക്ക് വിടാൻ കഴിവുള്ള ഒന്നാണ് ടങ്സ്റ്റൺ. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ടങ്സ്റ്റൺ എന്താക്കി ഉപയോഗിക്കും? ഫിലമെൻ്റായിട്ട് ബൾബുകളിൽ ഉപയോഗിക്കാറുണ്ട്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. 3422 ഡിഗ്രി സെൽഷ്യസ്, 3422 ഡിഗ്രി സെൽഷ്യസാണ് ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ചെറിയൊരു ഡിഫറൻസ് 3414 എന്നൊക്കെ ചില SCERT ബുക്സിൽ കാണാറുണ്ട്. പക്ഷെ നമ്മൾ PSCയുടെ ഉത്തരസൂചികയിൽ 3422 ആണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ബൾബിൽ നമ്മൾ വായു നീക്കം ചെയ്യും. കാരണം ബൾബിലെ ഫിലമെൻ്റ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ബൾബ് എപ്പോഴും വാക്വം ചെയ്ത് അതിൽ നിന്ന് വായു നീക്കം ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ചാർജ് ട്യൂബ് ലാമ്പുകൾക്ക് ഉദാഹരണമാണ് CFL, ട്യൂബ് ലൈറ്റ്, സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്. ഇതൊക്കെ നമ്മുടെ ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഈ ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ച് പല വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്ന ബൾബുകളാണ് അല്ലെങ്കിൽ ലാമ്പുകളാണ് ഡിസ്ചാർജ് ലാമ്പുകൾ എന്ന് പറയുന്നത്. അടുത്തത് മാഗ്നറ്റിസം അഥവാ കാന്തികത എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അതിൽ നമ്മൾ നോക്കുന്നത് ആദ്യം കാന്തികത്വം എന്താണെന്നാണ്. നമുക്കറിയാം, കാന്തിക വസ്തുക്കൾക്ക് ആകർഷിക്കാനോ പരസ്പരം വികർഷിക്കാനോ ഉള്ള കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ കാന്തികത്വം എന്ന് പറയുക. കാന്തികത്വം എന്ന സവിശേഷത പ്രകടിപ്പിക്കുന്ന വസ്തു കാന്തമാണ് അല്ലേ. കാന്തം ചില വസ്തുക്കളെ ആകർഷിക്കും അല്ലേ. ആ വസ്തുക്കളെ നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ കാന്തിക വസ്തുക്കൾ എന്ന് വിളിക്കും. ഇരുമ്പ് ഉദാഹരണമാണ്. ഇരുമ്പ്, ഉരുക്ക്, നിക്കൽ, കൊബാൾട്ട് ഇതൊക്കെ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. അതേസമയം കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളുണ്ട്. അതിനെ നമ്മൾ അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്കറിയാം, ഗ്ലാസ്, പേപ്പർ, മരം. ഇതൊന്നും കാന്തം ആകർഷിക്കില്ല. അതുകൊണ്ട് അതിനെ അകാന്തിക വസ്തുക്കൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അൽനിക്കോ. എന്താണ് അൽനിക്കോ? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. ഇതിനൊരുമിച്ചാണ് നമ്മൾ അൽനിക്കോ എന്ന് പറയുക. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ ഇരുമ്പ്. ഈ 4 വസ്തുക്കൾ. ഇവയുടെ പ്രത്യേകത സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അൽനിക്കോ എന്ന് പറയുന്നത്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ അൽനിക്കോ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വസ്തുക്കൾ എന്ന് വെച്ചാൽ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ ഇരുമ്പ്. ഇനി പച്ചിരുമ്പ്. നമുക്കറിയാം, താൽക്കാലിക കാന്തം നിർമ്മിക്കാൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തം നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് പച്ചിരുമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത്. കാന്തം നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് 2 പദാർത്ഥങ്ങളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. നിയോഡിമിയം, സമേറിയം. അടുത്തത് കാന്തധ്രുവങ്ങളാണ്. കാന്തത്തിൻ്റെ 2 ധ്രുവങ്ങളുണ്ട്, നോർത്തും സൗത്തും. 2 പോൾസ് ഉണ്ട്, കേട്ടോ. അതിനാണ് ധ്രുവങ്ങൾ എന്ന് പറയുക. നോർത്തും ഉണ്ട്, സൗത്തും ഉണ്ട്. ഇനി നമ്മൾ 2 കാന്ത കഷ്ണങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാന്തത്തിൻ്റെ നോർത്ത് പോളും മറ്റേ കാന്തത്തിൻ്റെ നോർത്ത് പോളും എന്ന് പറഞ്ഞാൽ അത് ഒരേപോലെയുള്ള ധ്രുവങ്ങളാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, ഈ സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർ തമ്മിൽ വികർഷിക്കും. ആകർഷിക്കില്ല, ഒട്ടിപ്പിടിക്കില്ല, പകരം ഓപ്പോസിറ്റായിട്ട് വികർഷിക്കപ്പെടും.
അപ്പോൾ അതിനാണ് നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുക. ഇനി അടുത്തത് വിജാതീയ ധ്രുവങ്ങൾ. വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ധ്രുവങ്ങൾ. അതായത് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും മറ്റേ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ആകർഷിക്കും, അല്ലെ, അട്രാക്റ്റ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ, അത്തരം ധ്രുവങ്ങളെയാണ് നമ്മൾ വിജാതീയ ധ്രുവങ്ങൾ എന്ന് വിളിക്കാം. ഇനി എന്താണ് വശകത അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി? അതായത് ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് വശഗത അഥവാ സസെപ്റ്റബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ കാന്തം പോലെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കാന്തിക വസ്തുക്കൾ കാണിക്കും, അതായത് ഇരുമ്പൊക്കെ കാണിക്കും. അതിനെയാണ് നമ്മൾ വശഗത അഥവാ സസെപ്റ്റബിലിറ്റി എന്ന് പറയാം കേട്ടോ. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ പറയുന്നത് വശകത എന്നാണ്. അടുത്തതാണ് റിറ്റൻറ്റിവിറ്റി. റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം മൂലം ലഭിച്ച കാന്തശക്തി നമ്മൾ പറഞ്ഞുവല്ലോ കിട്ടുമെന്ന്, അത് പെർമനൻ്റായിട്ട് നിലനിർത്താനുള്ള കഴിവ്. ഓക്കെ, അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് കാന്തിക പ്രേരണമാണ്. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് കാന്തിക പ്രേരണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാന്തമണ്ഡലത്തിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ വശകത എന്ന് പറയുക. എന്നാൽ ആ ഒരു പ്രതിഭാസത്തെ, കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്നു എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെ നമ്മൾ കാന്തിക പ്രേരണം എന്നാണ് വിളിക്കുക. ഇനി പ്രേരിത കാന്തശക്തി, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം, അതായത് കാന്തിക പ്രേരണം മൂലം കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തി. ഒറിജിനലായിട്ട് അതിന് കാന്തിക ശക്തി ഇല്ല, പക്ഷെ കാന്തിക പ്രേരണം മൂലം കാന്തത്തിൻ്റെ സ്വാധീനവും കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനവും കാരണം അതിന് ലഭിക്കുന്ന കാന്തശക്തിയെ നമ്മൾ പ്രേരിത കാന്തശക്തി എന്നാണ് വിളിക്കാം. ഇനി കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്താണെന്ന് നോക്കാം. യൂണിറ്റ് പരപ്പളവിൽ കൂടി കടന്നു പോകുന്ന കാന്തിക ഫലരേഖകളുടെ എണ്ണത്തെയാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി എന്ന് പറയണം. അടുത്തത് ഫെറോ മാഗ്നറ്റിസം. ഏറ്റവും ശക്തിയേറിയ കാന്തികത്വമാണ് ഫെറോ മാഗ്നറ്റിസം. ഈ ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെറോ മാഗ്നറ്റിക് പദാർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഇരുമ്പ്, കൊബാൾട്ട്, അൽനിക്കോ, ഇതൊക്കെ ഫെറോ മാഗ്നറ്റിക് പദാർത്ഥങ്ങളാണ്. അതായത് കാന്തത്താൽ ശക്തമായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫെറോ മാഗ്നറ്റിക് പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുക. ഏറ്റവും ശക്തിയേറിയ കാന്തികത്വമാണ് ഈ ഫെറോ മാഗ്നറ്റിസം. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് നീലാണ്. ലൂയിസ് നീൽ. അടുത്തത് പാരാമാഗ്നറ്റിക് പദാർത്ഥങ്ങളും ഡയോമാഗ്നറ്റിക് പദാർത്ഥങ്ങളും എന്താണെന്ന് നോക്കാം. പാരാമാഗ്നറ്റിക് പദാർത്ഥം എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിന് ഒരു കാന്തത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും ശക്തി കുറഞ്ഞ ആകർഷണ ബലം മാത്രമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ പദാർത്ഥം പാരാമാഗ്നറ്റിക് പദാർത്ഥമാണ്. അലുമിനിയം, പ്ലാറ്റിനം, ഓക്സിജൻ, ഇതൊക്കെ ഉദാഹരണമായിട്ട് നമ്മൾ പറയും. അതേസമയം ഡയാമാഗ്നറ്റിക് പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ഒരു കാന്തത്തിൻ്റെ ഇരു ധ്രുവങ്ങളിൽ നിന്നും ശക്തി കുറഞ്ഞ വികർഷണ ബലം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ആ വസ്തു ഡയാമാഗ്നറ്റിക് പദാർത്ഥമാണ്. അതായത് ഒരു വസ്തുവിന് ഒരു കാന്തത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും ശക്തി കുറഞ്ഞ വികർഷണ ബലം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഡയാമാഗ്നറ്റിക് പദാർത്ഥത്തിൻ്റെ കാർബൺ, കോപ്പർ, ജലം. ഏതൊക്കെയാണ്? കാർബൺ, കോപ്പർ, ജലം. ഇത് മൂന്നും ഡയാമാഗ്നറ്റിക് പദാർത്ഥത്തിന് എക്സാമ്പിളാണ്. ഡയാമാഗ്നറ്റിക് പദാർത്ഥങ്ങളുടെ പെർമിയബിലിറ്റി ശൂന്യതയുടെ പെർമിയബിലിറ്റിയേക്കാൾ കുറവാണ്. ഇനി നമ്മളിതിൽ കാന്തികത്വ തന്മാത്ര സിദ്ധാന്തം പറയുന്നുണ്ട്. കാന്തികത്വ തന്മാത്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബറാണ്. കാന്തികത്വ തന്മാത്ര സിദ്ധാന്തം, കാന്തികത്വത്തിൻ്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബർ. ഇനി മാഗ്ലെവ് ട്രെയിൻ എന്ന് നിങ്ങൾ വേണമെങ്കിൽ കേട്ടിട്ടുണ്ടാവാം. അത് മാഗ്നറ്റിക് ലെറ്റിവേഷൻ ട്രെയിൻ, മാഗ്ലെവ് ട്രെയിൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെറ്റിവേഷൻ ട്രെയിൻ എന്നാണ് പറയുക. അതെന്താണ് പ്രത്യേകത? ഇത് പാളത്തിൽ തൊടാതെ അവയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുകയും
അതുപോലെ ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിൻ്റെ മുകളിലൂടെ കാന്തിക ശക്തിയാൽ അതിവേഗം പാഞ്ഞു പോകുന്ന ട്രെയിനുകളെയാണ് നമ്മൾ മാഗ്ലേവ് ട്രെയിനുകൾ എന്ന് വിളിക്കുക. മാഗ്ലേവ് ട്രെയിനുകൾ ഇത് പാളത്തിൽ തൊടാതെ അവയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുകയും കാന്തശക്തിയാൽ തന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ചു പായുകയും ചെയ്യുന്ന സംവിധാനമുള്ള ട്രെയിനുകളാണ് മാഗ്ലേവ് ട്രെയിനുകൾ. ഇത് പാളങ്ങളും ട്രെയിനും തമ്മിൽ തൊടാതെ തന്നെ ചലനം സംഭവിക്കുന്നതിനാൽ ഘർഷണം മൂലമുള്ള ഊർജ്ജ നഷ്ടവും മലിനീകരണവും കുറയുകയാണ് ചെയ്യുന്നത്. വൈദ്യുത കാന്തികത്വം കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഏസ്റ്റഡ്. അദ്ദേഹം വൈദ്യുത കാന്തികത്വം കണ്ടെത്തിയ ആളാണ്, ഹാൻസ് ക്രിസ്റ്റ്യൻ ഏസ്റ്റഡ്. അടുത്തത് നമ്മൾ വലതുകൈ പെരുവിരൽ നിയമം. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലാണ് ഈ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. വലതുകൈ പെരുവിരൽ നിയമം, അതിന് നമ്മൾ വലംപിരി സ്ക്രൂ നിയമം എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. വലതുകൈ പെരുവിരൽ നിയമം അഥവാ വലംപിരി സ്ക്രൂ നിയമം, അതിൻ്റെ ഉപജ്ഞാതാവ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലാണ്. അതായത് ഒരു തള്ളവിരൽ നമ്മളിങ്ങനെ കൈ മുഷ്ടി ചുരുട്ടി പിടിക്കില്ലേ, അതേപോലെ തള്ളവിരൽ ഉയർത്തി പിടിക്കുക. ഈ തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ നമ്മളൊരു ചാലകത്തെ വലതുകൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക എന്ന് സങ്കല്പിച്ചാൽ ഈ എന്താ പറയുക, തള്ളവിരലൊഴികെ ബാക്കിയുള്ള ചുറ്റിപ്പിടിച്ച വിരലുകളുണ്ടല്ലോ, ആ മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലാണെങ്കിൽ ബാക്കി വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അങ്ങനെയാണ് അതിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് വലതുകൈ പെരുവിരൽ നിയമം അഥവാ വലംപിരി സ്ക്രൂ നിയമം എന്ന് പറയുന്നത്. സ്ക്രൂ നിയമം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലംപിരി സ്ക്രൂ നമ്മൾ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കും. ഓക്കെ, സ്ക്രൂ നീങ്ങുന്നത് ഇപ്പം നമ്മൾ എങ്ങോട്ടാണോ അതിനെ നീക്കുന്നത്, ഇപ്പോൾ ഒരു ഓട്ട തുളച്ച് അങ്ങോട്ടേക്ക് അത് കയറിപ്പോവാണ്, അത് സ്ക്രൂ നീങ്ങണ ദിശയാണ്, അത് വൈദ്യുത പ്രവാഹ ദിശയും. സ്ക്രൂ ഇങ്ങനെ തിരിയില്ലേ, ഏത് വശത്തേക്കാണോ തിരിയുന്നത് അത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയായിരിക്കും. ഇതേപോലെ തന്നെ വേറൊരു നിയമമാണ് ഇടതുകൈ നിയമം. അത് ഫ്ലെമിങ്ങിൻ്റെയാണ് കേട്ടോ. ഇടതുകൈ നിയമം, ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുകൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ ഇവ പരസ്പരം ലംബമായിട്ട് പിടിക്കുക. ഇടതുകൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിങ്ങനെ ലംബമായിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയിലും തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലനദിശയുമായിരിക്കും. ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷനാണ് ഫ്ലെമിങ് നടത്തിയത്. അതിന് നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അഥവാ ഫ്ലെമിങ്സ് ഇടതുകൈ നിയമം എന്നറിയപ്പെടും. ഇതേപോലെ ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമമുണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അതും കൂടി നമുക്കിവിടെ പറഞ്ഞു പോവാം. ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നു എന്ന് കരുതാം. അപ്പോൾ വലത് കൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ ലംബമായി വരത്തക്കവണ്ണം നിർത്തുമ്പോൾ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെയും സൂചിപ്പിക്കും. നടുവിരലാണെങ്കിൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയാണ് കുറിക്കുക. ഈ എക്സ്പ്ലനേഷനാണ് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം കേട്ടോ. അടുത്തത് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. എന്താണത്? ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടി പോകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ അളവ്, അതിന് മാറ്റം വരുമ്പോൾ വൈദ്യുതി ഉണ്ടാവും. അതായത് എന്താ പറയുക, ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകുന്ന കാന്തിക മണ്ഡലത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അവിടെ വൈദ്യുതി പ്രേരിതമാവും. അതിനെയാണ് നമ്മൾ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുക. അങ്ങനെ വൈദ്യുത കാന്തിക പ്രേരണം മൂലം ഉണ്ടാകുന്ന വൈദ്യുതിനെ നമ്മൾ പ്രേരിത വൈദ്യുതി എന്നാണ് വിളിക്കുക കേട്ടോ. പ്രേരിത വൈദ്യുതി എന്നാണ് വിളിക്കുക. ഈ വൈദ്യുത കാന്തിക പ്രേരണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ ആണ് കേട്ടോ. മൈക്കൽ ഫാരഡേ വൈദ്യുത കാന്തിക പ്രേരണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഡൈനാമോ. ആ ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ഡൈനാമോ മാത്രമല്ല, ഇൻഡക്ഷൻ കോയിൽ, ട്രാൻസ്ഫോർമർ, മൈക്രോഫോൺ ഇതൊക്കെ ഈ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ മൈക്കൽ ഫാരഡേനെ ഓർക്കുമ്പോൾ എന്തൊക്കെ ഓർക്കണം? വൈദ്യുത കാന്തിക പ്രേരണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. അതുപോലെ ഡൈനാമോ കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. അടുത്തത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്.
ഇനി അടുത്തത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഹെൻറിച്ച് ഹെഡ്സിൻ്റെ പ്രത്യേകത അദ്ദേഹം ഇലക്ട്രിക് ഓസിലേഷൻ കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഹെൻറിച്ച് ഹെഡ്സ്. ഇതുവരെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ടോപ്പിക്സ് എല്ലാം ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക്